ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 19ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നകം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130ഓളം പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112 രൂപ 65 പൈസയും ഡീസലിന് 101 രൂപ 56 പൈസയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1-ന് സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും. അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് തേടുകയാണ്. ജൂൺ 1-ന് സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും IT സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നുള്ളിൽ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള
+1 സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പവർ കട്ടില്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നത് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാ ദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നകം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.